മഴ മുന്നറിയിപ്പിൽ മാറ്റം. സംസ്ഥാനത്ത് 6 ജില്ലകളിലും യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നാളെയും മറ്റന്നാളും മഴയ്ക്ക് സാധ്യതയുണ്ട്. MS വീണ വിവരങ്ങൾ നൽകും. വീണ, നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ ഉത്രാടപ്പാച്ചിലാണ്, അത് കഴിഞ്ഞാൽ തിരുവോണവും. അപ്പം മലയാളികൾക്ക് ഇത്തവണ മഴയിൽ കുളിച്ച് ഓണം ആഘോഷിക്കേണ്ടി വരും എന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ആ നിലയിലുള്ള മുന്നറിയിപ്പാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്? ഗൗതം, ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മഴ കനക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓണക്കാലം മഴയിൽ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ആശങ്ക മലയാളികൾക്കുണ്ട്. ഈ മുന്നറിയിപ്പ് പ്രകാരമാണെങ്കിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത്തരത്തിലായിരിക്കും സാഹചര്യം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ 6 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. കൂടുതലും വടക്കൻ ജില്ലകളിലാണ് ഇന്നിപ്പോൾ മഴ പ്രതീക്ഷിക്കുന്നതെന്നാണ് നമുക്ക് മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗത്ത് ഒരു ചക്രവാക ചുഴി അത് രൂപപ്പെട്ടിട്ടുണ്ട്. അത് വൈകാതെ തന്നെ അത് ശക്തി പ്രാപിച്ച് ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ന്യൂനമർദ്ദത്തിന്റെ പരിണിത ഫലമായിരിക്കും സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും മഴ ലഭിക്കുക. നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പ്, അതായത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഗൗതം, ഓക്കെ വീണ, എന്തായാലും മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. 6 ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.